അല്ല, ഒരാള് വികാരഭരിതമായിട്ട് ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്യുക, അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യാന്ന് പറയാ, ബലാത്സംഗം ചെയ്യാ, അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പൊ തന്നെ പല വിദ്യാലയങ്ങളിലും ഒക്കെ തന്നെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് നടക്കുന്നത് പോലും വിലക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. നമ്മൾ വിചാരിച്ചു കൂടുതൽ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോഴും കൂടുതൽ ആൾക്കാർ സോഷ്യലൈസ് ചെയ്യുമ്പോഴും ഇതിന് മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെ മാറുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ ഭരണകൂടം തന്നെയാണെന്ന് പറയാൻ പറ്റും. ഭരണകൂടം കൃത്യസമയത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇത്തരം കേസുകളിൽ കൃത്യസമയത്ത് കൃത്യമായ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ താനേ നിൽക്കും. അത് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. ഭരണകൂടം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം പറഞ്ഞെടുത്ത ഒരു വൈകാരികമായ പ്രകടനമാണെങ്കിലും അതൊരു ആഹ്വാനം കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര അപകടം കൂടിയാണ് എന്നുള്ളതാണ് സത്യം. എന്നെ മറുപടി കേരള സംസ്ഥാനത്ത് കേൾക്കാൻ നിങ്ങൾ ആരും തയ്യാറായില്ല. എന്തുകൊണ്ട് നിങ്ങൾ പോസ്റ്റ് ഇട്ടു? ഹാഷ്മി അദ്ദേഹം എന്നെ കുറിച്ച് രാവിലെ ഞാൻ 2 മണിക്ക് എണീറ്റ് അവിടെ ഒരു ഉത്സവം കഴിഞ്ഞ് ഞാൻ മുടി എടുത്ത് തുള്ളി ഞാനൊരു ഉത്സവം കഴിഞ്ഞ് വന്നപ്പം 2 മണിക്ക് 75 മിസ് കോളും ബാക്കി എല്ലാവരും കൂടെ നാട്ടുകാരെല്ലാം വിളിച്ച് എല്ലാ ചാനലിലും എന്റെ വീട്ടുകാരും കൂടെ വിളിച്ചു വന്നു. ഞാൻ 2ാം നിലയിലാണ് കിടക്കണേ. എന്റെ വീട്ടിൽ വന്ന അമ്മ വിളിച്ചു പറഞ്ഞു നിന്നെ കുറിച്ച് ഇത് മുഴുവൻ TV കോൺ ഇതാണല്ലോ എന്ന്. എന്റെ അമ്മ അറിഞ്ഞോ അല്ലെങ്കിൽ നാട്ടുകാരെല്ലാം എന്തിനു നാണം കെട്ടണോ സാറേ ഇത്? പോലീസ് പല കേസുകളിലും കൃത്യമായി ആക്ഷൻ എടുക്കുന്നില്ല, കൃത്യമായി നടപടി എടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വർദ്ധിക്കുന്നത്. നമ്മളെ എന്ന് മുതൽക്ക് ഇത് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതൽ ശ്രീ നന്ദകുമാർ പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. സദാചാരം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ധരിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിനെ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണിത്. കാരണമാണ് ഇതാണ് സംഭവിച്ചത്. എനിക്കും അങ്ങനെയുള്ള മൊറാലിറ്റി ഒന്നുമില്ല. പക്ഷെ ഞാൻ മൊറാലിറ്റി കളിക്കും നിങ്ങളുടെ മുമ്പിൽ. അതാണ് ഇവിടെ കാണിക്കുന്നത്. മോറൽ പോലീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് ചുമ്മാ നടക്കുന്ന ആള് പോലീസാകുന്ന കഥയാണത്. ഇപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു ന്യൂ ജനറേഷൻ തന്നെയാണ് ആ കുട്ടിയും. ഈ പറഞ്ഞ ജെൻസിയോ അല്ലെങ്കിൽ ആ ഘടകത്തിലുള്ള അജയ് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ള കുട്ടിയാ. ആ കുട്ടിക്കും അതപ്പം പ്രായത്തിന്റെ ഒന്നും അല്ല ഘടകം. അത് നമ്മുടെ കൺസെപ്റ്റുകളാണ്, ആ കാഴ്ചപ്പാടുകളാണ്. കാരണം ആ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യാണ്. അപ്പൊ ഈ വിമല പോയി ഭാര്യയുമായിട്ട് അവിടെ നിൽക്കുമ്പം ആ പെൺകുട്ടിക്ക് തോന്നുകയാണ് അത് മറ്റെന്തോ ആണെന്ന്. ആ രീതിയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.